പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വരുണിനെ ആക്രമിച്ചത് താനാണ് എന്നുള്ള കാര്യം വരുണിന്റെ അച്ഛനോട് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണി. ഈ കാര്യം ഇതേ തുടർന്ന് കേൾക്കാൻ ഇടയാക്കുന്നത് വരുണിനെ ആകെ പ്രകോപിതനാക്കുന്നു. ഇതോടെ മുന്നിലേക്ക് കയറി വരുന്ന വരുൺ, എന്താടി നീ പറഞ്ഞത്? എന്നെ അടിച്ചു വീഴ്ത്തിയത് നീയാണെന്നോ? നീ കാരണമാണോ ഞാൻ ഈ ഗതിയിൽ ഇപ്പോൾ ഇവിടെ കിടന്ന് നരകിക്കുന്നത്? മാത്രവുമല്ല, നീ എന്തിനാടി അങ്ങനെ ചെയ്തത്? വരുൺ, നിനക്കറിയാമല്ലോ, നീ അന്ന് രാത്രി അതിക്രമിച്ചാണ് കയറിയത്. വീട്ടിൽ കള്ളൻ കയറി എന്ന് വിചാരിച്ചാണ് ഞാൻ അതൊക്കെ ചെയ്തത്. മാത്രവുമല്ല, ക്രിസ് സാറിന്റെ കുടുംബവും അന്ന് ആക്രമണ ഭീഷണിയിലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ഏതോ കള്ളനാണ് എന്ന് കരുതിയാണ് അങ്ങനെയൊക്കെ പെരുമാറിയത്. ഒരിക്കലും വരുൺ ആ സമയത്ത് അവിടേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എടി, അപ്പോ നീ എന്നെ മനഃപൂർവ്വം അടിച്ചൊതുക്കിയതാണ് അല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ മുന്നിലേക്ക് വരുമ്പോൾ വരുണിന്റെ അച്ഛൻ ഇടപെടുകയാണ്. വരുൺ, നീ ആ വീട്ടിലേക്ക് കയറി ചെന്നത് അസമയത്താണ്. ആ സമയത്ത് നീയാണ് വരുന്നത് എന്നുള്ള കാര്യം ഇവൾക്കും അറിയുകയില്ല എന്നതല്ലേ സത്യം. ഇനി ഇവളെ കുറ്റം പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് കാര്യം? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നീ എന്തിനാണ് രാത്രി അവിടേക്ക് പോയത്? ഇതോടെ വരുണാകെ പതറിപ്പോയിരിക്കുകയാണ്. ഈ അവസരത്തിൽ കൺമണി, നീ ധൈര്യമായി വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് വരുണിന്റെ അച്ഛൻ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതോടെ കൺമണി വളരെയധികം സന്തോഷത്തോടെ തിരികെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് കൺമണിയെ കാണുന്നതിനായി ക്രിഷ് അമ്പലത്തിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചുള്ള കണ്ടുമുട്ടലിൽ ക്രിഷിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് കൺമണി വരികയാണ്. ക്രിഷ് സാർ, എന്താണ് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചത്? എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടോ? ഇത് കേട്ടതിനെ തുടർന്ന് ക്രിഷ് ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ക്രിഷ് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ സമയമാണ് മാനസ ഫോൺ ചെയ്യുന്നതും ക്രിഷിനോട് ഉടൻ തന്നെ കാണുന്നതിനായി വരണമെന്ന് പറയുന്നതും. ഈ കാര്യം കാണാനിടയാകുന്നത് കൺമണിയെ വിഷമിപ്പിക്കുന്നു. പക്ഷേ ഇതേ തുടർന്ന് ഇനിയും നിന്റെ ഭരണമൊന്നും എന്നോട് വേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് ക്രിഷ്. നീ എൻ്റെ ഭാര്യയൊന്നുമായിട്ടില്ല മാനസ. അതുകൊണ്ട് തന്നെ എൻ്റെ മേൽ നീ ഉത്തരവിടാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് അല്ലെങ്കിൽ തന്നെ ദേഷ്യം വന്ന് ഇരിക്കുന്ന സമയമാണ്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കൂ നീ. അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവൾ. മാനസ ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന് മാനസ ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് കൺമണി, ക്രിഷ് സാറിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? സത്യം പറയൂ ക്രിഷ് സാർ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ക്രിഷ് ഒടുവിൽ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ്. കൺമണി, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണിക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ക്രിഷ് സാർ തന്നെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതേ തുടർന്ന് കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല എന്നുള്ള കാര്യവും തിരിച്ചറിയുകയാണ് ഇപ്പോൾ കൺമണി. വിചാരിച്ചതുപോലെ അത്ര എളുപ്പം കാര്യങ്ങൾ നടക്കുകയില്ല. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത്
ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യേണ്ടതായി തന്നെ വരും എന്ന് ഉറപ്പാണ്. എടുത്തുചാടി ഒന്നും തന്നെ ഈ കാര്യത്തിൽ ചെയ്യാനും സാധിക്കുകയില്ല. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോകുന്നതല്ലേ നല്ലത് എന്ന ചോദ്യം ഇതേ തുടർന്ന് മുന്നിൽ ബാക്കിയാവുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്ന ക്രിഷ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് ക്രിഷിനെ കാണുന്നതിനായി നമ്മുടെ മാനസ കയറി വരുന്നത്. ക്രിഷ്, എന്തിനാണ് നീ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നതിനായി ഒന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ ഞാൻ ഓരോന്ന് പറഞ്ഞത്. ഇത് കേൾക്കുന്ന ക്രിഷ്, നിന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇപ്പോൾ തന്നെ ആ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെതായ സ്പേസ് വേണം, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്ന് ഭീഷണിപ്പെടുത്തി വീണ്ടും പോയതിനെ തുടർന്ന് ഇതിന് പിന്നിൽ കളിക്കുന്നത് കൺമണിയാണ് എന്ന് വിദ്യ ആരോപിച്ചിരിക്കുകയാണ്. ഇത് മാനസയെ കൂടുതൽ അസ്വസ്ഥ ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.